ഈ ചടങ്ങിൽ ആശംസയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഭരണസമിതി അംഗങ്ങളും മാധ്യമപ്രവർത്തകരുമായ ശ്രീ കൃഷ്ണകുമാർ ക്ഷണിക്കുന്നു. വേദിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ ചേർത്ത് അദ്ദേഹവുമായിട്ട് സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ മുതലുള്ള ഒരു ബന്ധമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഞാനെപ്പോഴും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നീടാണ് NSSുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിച്ചത്. വളരെ സന്തോഷമാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയ അഡ്വക്കേറ്റ് കെ സുരേഷ്, നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, എന്നെ വിളിച്ച് പ്രത്യേകമായി ചോദിച്ചു എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരി ഞാനിവിടെ ഇറങ്ങുകയാണ്, ഇവർ വരും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മുഖ്യാതിഥി ഡോക്ടർ VA ഗോപാലമേനോൻ, ഞാനൊക്കെ മാധ്യമ പ്രവർത്തന മേഖലയിൽ വെച്ച് വരുമ്പോൾ അദ്ദേഹം വലിയൊരു ഔന്നത്യത്തിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയെ കിട്ടി എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യം. എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് സമയനഷ്ടമുണ്ടാകും എന്നതുകൊണ്ടാണ്. നിങ്ങളിവിടെ ഇനിയും ഇവിടെ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ എല്ലാവരും അതിന് കാത്തിരിക്കുമ്പോൾ ഇവിടെ വന്നൊന്ന് അധിക പ്രസംഗം പറയാൻ ഞാൻ കലാപരിപാടികളുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും കൊച്ചുമക്കളുടെ കലാപരിപാടി കാണാനും ആസ്വദിക്കാനും നല്ല വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ ഗോപാലമേനോൻ ഒരു കാര്യം പറഞ്ഞു വെച്ചു, കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, അപചയത്തെക്കുറിച്ച്. സാമൂഹ്യപരമായി പറഞ്ഞാൽ അതൊരു അപചയമാണ്. പക്ഷേ അതിനെ അവിടെ നിന്ന് തുടങ്ങി വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കുട്ടികൾ അപചയപ്പെട്ടു പോകുന്ന, അപചയപാതയിൽ പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ, മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ അത് കണ്ടിരുന്നാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അവരെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ജീവിതക്രമത്തിലേക്ക്, നമ്മുടെ സാമൂഹ്യ ക്രമത്തിലേക്ക് അവരെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് ഒരുപക്ഷെ തലമുറകളുടെ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം ഏതാണ്ട് ഇതിനൊക്കെ തന്നെ സമാനമായിരുന്നു. അന്ന് ഹിപ്പി മുടിയും അതുപോലെ തന്നെ വേഷഭൂഷാദികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലെ മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെട്ടിരുന്നു. അന്ന് നമ്മളെ പോലുള്ള ആളുകൾക്ക് എന്താണ് ഇങ്ങനെ ഇത്രയധികം ആശങ്കപ്പെടുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ, ആശ്ചര്യകരമായ ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ആശ്ചര്യപ്പെടുന്നു. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കൊരു കാര്യം, രണ്ട് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരിക്കൽ എൻ്റെ അടുത്തൊരു അമ്മ, ഒരു കുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞു, അങ്ങനെ വേറൊരു സന്ദർഭത്തിൽ പരിചയപ്പെട്ട് സംസാരിച്ചാണ്. എൻ്റെ മകളുടെ റൂമിലേക്ക് ചെന്നു പോയപ്പോൾ അവിടെ അതിന് കമ്പ്യൂട്ടറിൽ ആരോടോ ചാറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞു. പക്ഷേ DIR എന്ന ഒരു സംഭവം മാത്രം ഞാൻ കണ്ടു. പക്ഷെ ഞാനത് കുറേ നേരം നോക്കിയിരുന്നപ്പോൾ അതിന് തിരിച്ച് മറുപടി ഒന്നും വരുന്നില്ല. എന്താണ് DIR എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അമ്മ എന്നോട് സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വളരെ വിചിത്രമായ മറുപടി കിട്ടിയത്. മാതാപിതാക്കൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ചാറ്റ് ചെയ്യുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്കുള്ള വ്യക്തമായൊരു സന്ദേശം കൊടുക്കലാണ്. DIR എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ഇൻ റൂം, അതാണ് DIR. അപ്പൊ DIR അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒന്നും മറുപടി വരില്ല, ചാറ്റിംഗ് വരില്ല, വലിയ അല്ലെങ്കിൽ നമ്മൾ ബിസി എന്ന് പറഞ്ഞാൽ എന്താണ് ബിസി, എവിടേക്കാണ് പോകുന്നത്, ഇങ്ങനെ കുറെ മറുപടികൾ വീണ്ടും വരും. DIR അടിച്ചാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. അതാണ് അവസ്ഥ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ അത് പിന്നെ എല്ലാ പദങ്ങളും നമ്മുടെ പുതിയ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത്. ഈ അടുത്തിറങ്ങിയ സിനിമ ആവേശം എന്ന സിനിമയിൽ ഒരു പാട്ടാണ്, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുക. ഇതൊക്കെയാണ് പാടിപ്പോയി കൊടുത്തത്. ഞങ്ങളൊരു ടൂറ് പോയപ്പോൾ
കുറെ പാട്ടുകൾ വെച്ചപ്പോൾ അതിന് സാധാരണ എല്ലാവരും ഇങ്ങനെ കൈയടിച്ചും എഴുന്നേറ്റെന്നൊക്കെ ചെറിയ തോതിൽ ഡാൻസും കളിക്കാറുണ്ട്. നമ്മുടെ അതിന്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരുന്നിരുന്ന ഒരു 5-10 കുട്ടികളുണ്ട്. അവരാരും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഞാൻ വീട് വരൂ, നിങ്ങൾ ഇതിൽ പങ്കുചേരുന്ന അവരൊക്കെ മടിച്ചു വന്നത് 2 മിനിറ്റിലേക്ക് വീട്ടിൽ തിരിച്ചു പോയി. ആദ്യമൊക്കെ ഈ സിനിമയിലെ പാട്ടുണ്ട്, ആവേശം സിനിമയിലെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണേണ്ട ഒരു കാഴ്ചകൾ, ആ കുട്ടികളൊക്കെ തുള്ളിച്ചാടി വന്ന് ശരീരം മുഴുവൻ കളിക്കുന്ന ഡാൻസ് കളിക്കുകയാണ്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നത് വേറെ രാക്ഷസന്മാര് പോലും കഴിച്ചിട്ടില്ല, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച്. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ നമുക്ക് എല്ലാവർക്കും പറയാം. ശാസ്ത്രീയ പഠനങ്ങളൊക്കെ പറയുന്നത് ടീനേജ് പ്രായത്തിലാണ് കുട്ടികൾ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുക. ആ ഒരു പ്രായത്തിൽ മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ തൊട്ടടുത്തിരിക്കുന്ന സഹപാഠി പറയുന്ന കാര്യങ്ങൾക്ക് അവർ കാതോർക്കുമെന്ന് ഒരു മാനസിക, ഒരു ശാസ്ത്രീയമായ ഒരു പ്രതിഭാസമാണ്. അപ്പൊ അവരെ ഏറ്റവും നിരീക്ഷിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അവരോട് ശാസന പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞിട്ടും അല്ലെങ്കിൽ നിർബന്ധങ്ങൾ കൊണ്ടും അവരെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അവർക്ക് എന്ത് വേണം? അവരെ നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക് അവരെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു റൂമിൽ കഴിഞ്ഞിട്ട് കൊണ്ടോ ഭക്ഷണം നല്ല രീതിയിൽ കൊടുത്തതുകൊണ്ടോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. അവരുടെ മനസ്സ് തൊടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മനസ്സ് തൊടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം, മാതാപിതാക്കളിൽ വിശ്വാസം ഉണ്ടാകണം. കേൾക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു, മാതാപിതാക്കളിൽ വിശ്വാസമില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ ചുറ്റുമുള്ള ആസക്തിക വലയങ്ങൾ, ചുറ്റുമുള്ള പ്രലോഭനക്കെണികൾ, നമ്മുടെ ചുറ്റുമുള്ള സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയാണ്. ഒരു ക്ലാസ്സില് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടുത്തെ പ്രശസ്തമായ ഒരു കോളേജില്, ഒരു പ്രൊഫഷണൽ കോളേജില് എക്സൈസ് സംഘം ഒരു റെയ്ഡ് നടത്തി. അവിടെ കഞ്ചാവ് MDMA, ഇപ്പൊ കഞ്ചാവ് ആർക്കും വേണ്ട, MDMA വിൽപ്പന എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. 7 ഹോസ്റ്റൽ മുറികളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് വെളുത്ത തരികളാണ്. ഇത് പുറത്തു പറയാൻ സാധിക്കുമോ? ആ കോളേജിനെ മൊത്തം ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമാകും എന്നുള്ളത് കൊണ്ട് എക്സൈസ് വകുപ്പ് അത് പുറത്തേക്ക് പറഞ്ഞില്ല. ഒരു പരിശോധനയിൽ കണ്ടെടുത്തു എന്ന് പറഞ്ഞു. ആ കലാലയത്തിൽ, ഞങ്ങൾക്കൊക്കെ അറിയാം, ആ കലാലയത്തിൽ ഇപ്പോഴും നിർബാധം ഹോസ്റ്റലുകളിൽ ലഹരി ഒഴുകുകയാണ്. ഒരു പെൺകുട്ടി ഇവിടുത്തെ നഗരത്തിന്റെ അടുത്തുള്ള പ്രശസ്തമായ വനിതാ കോളേജിൽ നഖം എപ്പോഴും കടിച്ചു കടിച്ചിരിക്കുകയാണ്, നഖം വായിൽ വെച്ചിരിക്കുകയാണ്. ടീച്ചർക്ക് സംശയം തോന്നി. ആ കുട്ടീനെ പിടിച്ച് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ കൊണ്ട് നോക്കിയപ്പോൾ ഈ നഖത്തിന്റെ ഉള്ളിൽ MDMA തരികളാണ് കണ്ടത്. അത് എക്സൈസിനെ വിളിച്ച് കൈമാറി അവർ ആ കുട്ടീനെ കുറെ കൗൺസിലിംഗ് കൊടുത്തു. ആ കുട്ടി ഒരുവിധം രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക്, ഇവിടെ നേരത്തെ ഗോപാലൻ സാറിന് സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടികൾക്കൊന്നും വലിയ ആഘാതം, മാനസിക ആഘാതം ഏറ്റുവാങ്ങാൻ കഴിയുന്നില്ല. പരാജയം എന്നൊരു വാക്ക് അവരുടെ കിട്ടുകയില്ല. എവിടെ തൊട്ടോ അവിടെ ജയിക്കണം. അതുകൊണ്ടാണല്ലോ ഈ വക ഗെയിമിങ്ങുകളിലൂടെ ഇപ്പോൾ കെട്ടിത്തൂങ്ങി ചാവ് എന്നൊക്കെ പറഞ്ഞ ഓരോ കുട്ടികൾ ബ്ലൂ വെയിലുകളുടെ പോലെ സമൂഹത്തിൽ പരക്കം മാറ്റി നടക്കുകയാണ്. അവർക്ക് മറ്റൊരു കാര്യങ്ങളോടുമില്ല. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, മാർക്ക് വാങ്ങുന്നുണ്ട്, അതിനുള്ള സൂത്രവാക്യങ്ങൾ അവർക്കറിയാം. ആ പഠിച്ച് മാർക്ക് നേടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇന്നിപ്പോ എല്ലാവരും എല്ലാ മേഖലയിലും, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ SSLCക്ക് 360 മാർക്ക് കിട്ടിയാൽ സെന്റ് തോമസ് കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോ വന്ന് സ്കൂളിന്റെ വരാന്തയിൽ കയറുന്ന സാധാരണ തമാശയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ പറയാറുണ്ട്, റോഡിൽ നിന്ന് മഴക്കുമ്പോൾ കയറുന്ന പശുവിനടക്കം A+ കൊടുക്കുന്ന ഒരു കാലഘട്ടം. ഒരു മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചറപറ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുക. തൃശ്ശൂർ പൂരം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ തിരക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, ഞാൻ വേർത്ത് പോയി, അങ്ങനെ ഇങ്ങനെ പോലെ അവിടെ കുറെ ആനകളൊക്കെ അണിഞ്ഞിരുന്നു, 100ഓളം ആനകൾ എന്നൊക്കെ പറഞ്ഞു കിട്ടിയാൽ അതുകൊണ്ട് 70% മാർക്ക് കിട്ടുകയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അത് ചിട്ടയായിട്ട് മഠത്തിൽ വരവ്, അതുപോലെ തന്നെ പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്, കുടമാറ്റം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം കഴിഞ്ഞാൽ വെടിക്കെട്ട്, പിന്നീട് പിറ്റേ ദിവസമുള്ള ഭഗവതിയുമാരുടെ എഴുന്നള്ളത്ത് എന്ന് എഴുതി മാർക്ക് സിനോപ്സിസ് എഴുതി കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മാർക്ക് കിട്ടും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. വലിയ മാറ്റം വരുന്നുണ്ട്, സമൂഹത്തിൽ മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പണ്ട് കാലത്ത് സാക്ഷരതയുടെ ഒരു നിർവചനം സ്വന്തം പേര് എഴുതി ഒപ്പിട്ട് കൂട്ടി വായിക്കാൻ അറിയാവുന്നവരെ സാക്ഷരർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950 ഒക്കെ നടത്തിയ സർവേകളിൽ പറഞ്ഞത് അന്ന്
40% പേർക്ക് പോലും സാക്ഷരത ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ സാക്ഷരതയുടെ നിർവചനം മാറിയിരിക്കുകയാണ്. നമുക്ക് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഒക്കെ നമുക്ക് കൂടി പരിചിതമാകുന്ന ഒരു കാലഘട്ടമായിരിക്കുകയാണ്. അത് പറഞ്ഞ് നമ്മൾ അതിന് നേരെ മുഖത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു കമ്പ്യൂട്ടർ അറിയാത്ത ഒരാളെ അടുത്തൊരു കാലഘട്ടത്തിൽ നിരക്ഷരൻ എന്ന് വിളിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഒരു പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയാവുന്നത് ഓൺലൈനാണ്, പരീക്ഷ ഓൺലൈനാണ്. എല്ലാ മേഖലകളിലും മാറ്റം വരുന്നു. ആ മാറ്റം വരുമ്പോൾ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിഞ്ഞ് നിന്നാൽ നമ്മൾ സമൂഹത്തിൽ അപരിഷ്കൃതരാണ്. നമുക്കൊരു ഇന്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഭാരത കത്തെഴുതുന്ന ഒരു സംവിധാനമുണ്ട്. പോസ്റ്റ് ഓഫീസുകളിൽ പണ്ടൊക്കെ നമ്മുടെ പ്രിയ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതി നൈജീരിയയിലേക്കും അതുപോലെ മലേഷ്യയിലേക്കും വരെ കത്തയക്കാവുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് വിജ്ഞാനത്തിന്റെ ഒരു വിസ്ഫോടനമാണ് നടക്കുന്നത്. അതിന് കുറെ ദോഷവശങ്ങളുണ്ടാകും, കുറെ നല്ല വശങ്ങളുണ്ടാകും. നല്ല വശങ്ങളെ സ്വാംശീകരിക്കുകയും ദോഷവശങ്ങളെ കുറിച്ച് നമ്മുടെ തലമുറയോട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ദൗത്യം, ഒരു വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാമല്ലോ, ഒരു 70 വർഷം ഒരു മനുഷ്യന്റെ പണ്ടുകാലത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 48 എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ശരാശരി പ്രായം, മനുഷ്യന്റെ പ്രായം, ജീവിക്കുന്ന കാലഘട്ടം പ്രായം 48 ഇന്നിപ്പോൾ അത് വർദ്ധിച്ച് 78 ഒക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 70 വയസ്സ് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 വർഷം കാലഘട്ടത്തോളം വേഷവിധാനം, നല്ല ഡ്രസ് ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീകി, പൗഡർ ഉണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പൗഡർ ഇട്ട് അങ്ങനെ വേഷം കെട്ടി മുമ്പെടുത്ത് നല്ല രീതിയിൽ ഇസ്തിരി ഇട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഏകദേശം പിന്നെ പത്രവായന, മറ്റു പല പുസ്തകങ്ങളും 25 വർഷം നമ്മുടെ ജീവിതത്തിൽ പോയി പോകുകയാണ്. ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. എന്നാൽ ഈ വക കാര്യങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പിന്നെ നമുക്കൊരു 15 വർഷത്തോളം നമ്മുടെ യാത്ര, ഓഫീസ് സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൽ പോകുന്നു, ടൂറിസ്റ്റുകളായി പോകുന്നു. അങ്ങനെ ഏകദേശം ഒരു 15 വർഷം വേറെ. പിന്നെ നമുക്ക് ഉറങ്ങണ്ടേ? ഏറ്റവും മിനിമം 70 വയസ്സ് പ്രായമുള്ള ഒരാൾ 5 വർഷമെങ്കിലും 365 ഇൻറ്റു 24 മണിക്കൂർ ഇൻറ്റു 5 അത്രയും മണിക്കൂർ കിടന്നുറങ്ങുന്നു എന്നാണ് പറയുന്നത്. ബാക്കി ഒരു 25 കൊല്ലമാണ് നമുക്ക് ഏകദേശം ജീവിക്കാൻ സാധിക്കുക. ഒരു 70 വയസ്സുള്ള ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിലെ നല്ല രീതിയിൽ നയിക്കുവാനും നല്ല രീതിയിൽ കാഴ്ചപ്പാടുണ്ടാക്കാനും ഇന്ററാക്ട് ചെയ്യുവാനും മറ്റ് സഹജീവികളുമായി ഇന്ററാക്ട് ചെയ്യുവാനും ഒക്കെ വെറും 25 വർഷമാണ് ലഭിക്കുന്നത്. ആ 25 വർഷത്തെ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറ വളരെ നല്ല രീതിയിൽ സചേതനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ, ഹൈടെക്കിന്റെ 21ാം നൂറ്റാണ്ടിന്റെ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഇടപെടലിനോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണമെന്നോ കരുതി ജീവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഞാൻ ഞങ്ങളുടെ കലയോഗത്തിൽ തന്നെ കുട്ടികളെ സാധാരണ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോകാറുണ്ട്. അനാഥാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളൊക്കെ വിതുമ്പിക്കരയും. ഞങ്ങൾ ഇവിടെ ആറാട്ടുപുഴയിൽ ഒരു അനാഥാലയത്തിൽ പോയപ്പോൾ വളരെ ഒരു അനുഭവമുണ്ടായി. എല്ലാവരും പ്രത്യേകം കണ്ണീരണിഞ്ഞ അനുഭവമല്ല. അവിടെ പഠിക്കുന്ന ഒരു കുട്ടി പാലക്കാട് നിന്ന് ട്രൈബ്സ് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടി ആയുർവേദ മെഡിസിനിൽ 3ാം വർഷമാണ്. അപ്പൊ ഞങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു, മോള് ഡോക്ടറായിട്ട് ഇറങ്ങുമ്പോൾ, പെൺകുട്ടിയാണ്, മോള് ഡോക്ടറായി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കരയോഗത്തിന്റെ വാർഷികത്തിന് വിളിക്കും എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പൊ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, കരഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഒരു കുട്ടിയെയെങ്കിലും വിദ്യാഭ്യാസത്തിനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള നിങ്ങൾക്ക് ജോലി കിട്ടിയ ശേഷം ഒരു കുട്ടിയെങ്കിലും സ്പോൺസർ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാവരും ആ സമയത്ത് സമ്മതിക്കും. പക്ഷെ ഒരു കുട്ടി മാത്രം ഈ അടുത്ത് കഴിഞ്ഞ വർഷം എന്നോട് ഞങ്ങൾ അന്ന് പറഞ്ഞത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അവിടെ ചെന്ന് ബന്ധപ്പെടാം എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിക്ക്, എനിക്ക് പോകാൻ അസൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കുട്ടിക്ക് നമ്പർ കൊടുത്ത് അവിടെ പോയി ആ കുട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തു. അവിടെ ഒരു കുട്ടിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ മാത്രമാണ് കൃത്യമായി പ്രതികരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് സെന്റിമെന്റായി കുറച്ച് കരയും. പെൺകുട്ടികളൊക്കെ കരയുമായിരുന്നു. പല ഘട്ടത്തിലും ഞങ്ങൾ 4-5 തവണ അവിടെ പോയി ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നടത്താൻ നമുക്കും സാധിക്കുന്നില്ല. നമ്മുടെ കരയോഗത്തിൽ ഒരു കുട്ടിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും അറിയും. അപ്പൊ നമ്മൾ ആ കുട്ടീനെ ഈ പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഒരു തരും. തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക സഹായം തരും, ഒരു കുട്ടിയെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു സഹായം തരും.
പക്ഷെ നമുക്കത് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ ഒരു കുറിയിടും, നെഞ്ചത്ത് കുറിയിടും, കൈകളിൽ 2 ഭാഗത്ത് കുറിയിടും. എന്തിനാണ് കുറിയിടുന്നത്? കാലുകളിലൂടെ കുറി സ്വാഭാവികമായിട്ട് ചോദ്യം വരില്ലേ? നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയണം, നെറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ തൃക്കണ്ണ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി കോൺസെൻട്രേഷൻ വരുന്നത്. അവിടെ നമ്മൾ ചന്ദനമിട്ട് തണുപ്പിക്കുകയാണ്. അവിടെ തുറന്നു കിടന്നാൽ നമ്മുടെ ക്രോധം വർദ്ധിക്കും, നമ്മുടെ ശരീരത്തിന്റെ താപം കൂടുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടത്തിൽ ചന്ദനമിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ വിധത്വം ഉണ്ടാകും. കൈകളിൽ ചന്ദനമിട്ടാൽ നമ്മുടെ പ്രവൃത്തികളിൽ അതൊരു വിധത്വം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിരുന്നു പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അവിടെ ആലിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയാൽ നമുക്കൊരു എനർജി ലെവലിൽ നമുക്ക് ഉയരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ, ആലിലയിൽ നിന്ന് ഓക്സിജൻ ജനറേഷൻ കൂടുതലാണ്. നമ്മുടെ വീടുകളുടെയൊക്കെ ഉമ്മറത്തുള്ള തുളസിത്തറയിൽ ഒരു 3 മിനിറ്റ് വല്ലം വെച്ച് ഒരു തുളസിത്തിരി വെള്ളം കുടിച്ചാൽ തീർത്ഥജലമാണ്, അത് ഓക്സിജൻ ജനറേഷൻ ആണ് എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനോടൊക്കെ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതം കൊണ്ടുപോയി. ഇങ്ങനെയും ഒരു വശമുണ്ടോ? ഞാൻ നീ നെറ്റിൽ അടിച്ച് നോക്ക്, സെർച്ച് ചെയ്യേ, എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്തിനാണ്. അമ്പലത്തിൽ പോയി ദീപാരാധന സമയത്ത് തൊഴണമെന്ന് പറഞ്ഞാൽ ദീപാരാധന സമയത്ത് നെയ്വിളക്കാണ് പൊതുവെ തെളിയിക്കുക. നെയ്വിളക്കുകൾ പ്രഭാവലയം ചൊല്ലുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു, ഓക്സിജൻ വർദ്ധിക്കുന്നു. നമുക്ക് ചെല്ലുമ്പോൾ നമുക്കത് അനുഭവവേദ്യമാകും. ഓക്സിജൻ ശരീരത്തിൽ കൂടുതൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആവും, ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവും, പീസ്ഫുൾ ഓഫ് മൈൻഡ്, മനസ്സമാധാനം കഴിഞ്ഞു. അതാണ് അമ്പലത്തിൽ പോകുന്നത്. എല്ലാവരും അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ടെലിപ്പതിക് ആക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. ദൈവമേ എന്ന് പറഞ്ഞ് മനസ്സുരുകി നമ്മുടെ അമ്പലത്തിൽ ചെന്നിട്ട് എൻ്റെ പുതിയ ചെരുപ്പ് ആരെങ്കിലും പൊട്ടിക്കരുതെന്ന് പ്രാർത്ഥിച്ചാൽ എന്താ ഉണ്ടാവുക എനിക്കറിയില്ല. അമ്പലത്തിൽ നിന്ന് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു ഫലമുണ്ട്. മിഡില്ല ഒമ്പളാങ്കട്ടയിൽ നിന്ന് വരുന്ന ഒരു ഊർജം നമുക്ക് ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് നമ്മളൊരു അടുത്ത സുഹൃത്തിന് തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം കഴിഞ്ഞാൽ കാണാം എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളത് കണ്ടിരിക്കുന്നു. അതെന്താണ്? ശങ്കരാചാര്യം പറഞ്ഞല്ലോ അമ്മയോട്, അമ്മ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എത്തുമെന്നൊരു തരം ടെലിപ്പതിക് ആക്ഷനാണ്. അദ്ദേഹത്തിന് അമ്മയുടെ സ്പന്ദനങ്ങൾ അറിയാം, ഹൃദയവികാരങ്ങൾ അറിയാം, ഹൃദയവിചാരങ്ങൾ അറിയാം. അത് ആ വേവ് ലെങ്ത്തിൽ അദ്ദേഹത്തിന് ഇത് റിസീവ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കെർലിയൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഇവിടെ അറിയാം. മാളയിലെ കലാകാരങ്ങളുണ്ടായപ്പോൾ എടുത്തു നോക്കിയതാണ്. അവിടെ വന്ന പുരോഹിതന്മാരുടെ ചുറ്റും ഒരു പ്രഭാവലയം രൂപാന്തരപ്പെടുന്നു. ആ പ്രഭാവലയം ഒരു മഞ്ഞ ചരി കലർന്ന ഒരു പ്രഭാവലയമാണ്. അത് ഡിവിനിറ്റിയുടേതാണ്. അവിടെ ചെന്ന് വിടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ യാഗമൊക്കെ നമ്മൾ അവിടെ ചെന്ന് തൊഴണമെന്ന് പറയും. ചെന്ന് തൊഴുന്നത് അവിടെ നിന്നുള്ള എനർജി കിട്ടാനാണ്. അമ്പലത്തിൽ ചെന്ന് തൊഴുന്നത് അവിടെ നിന്നുള്ള ഒരു എനർജി അബ്സോർബ് ചെയ്യാൻ, ആവാഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആവാഹിക്കുന്നത് ആർക്കാണ് ഗുണം? നമുക്കാണ് ഗുണം. നമ്മൾ ചെന്ന ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദേവനോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിനോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ആ ക്ഷേത്ര ദൈവത്തിനോ എന്തെങ്കിലും കോട്ടം ഉണ്ടാകും? ഒരിക്കലുമില്ല. നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു എനർജി കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ ഒരു വീക്ഷണം കിട്ടാനും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനും പ്രതിസന്ധികൾക്ക് ഇരയായി മാറാതിരിക്കാനുമുള്ള ഒരു ഊർജം, മാനസിക ഊർജം ലഭിച്ചാൽ മാത്രമേ ശാരീരിക ഊർജം ഉണ്ടാവുകയുള്ളൂ. മനസ്സിൽ തത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ജനിച്ചാൽ നാളെ മരിക്കും, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന സത്യം. നമ്മൾ നാളെ ഇത് മരിച്ചാൽ, ഞാൻ എനിക്ക് ഇവിടെ ചെറിയൊരു വേദന, അപ്പൊ ഞാൻ നാളെ ഇത് മരിച്ചാൽ ഇന്ന് തന്നെ കൊടുകയും കുത്തിയിരുന്ന വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രവർത്തിക്കണ്ടേ? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തനം നടത്താൻ നമുക്ക് ഒരു ഊർജം ലഭിക്കുന്നില്ല. എനിക്കിതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രതിബന്ധങ്ങളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കണം. ഇതാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. ലക്ഷ്മണോപദേശം വായിച്ചത് രാമായണത്തിലേക്ക് വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണന്റെ ക്രോധം ശമിക്കുകയാണ്. ലക്ഷ്മണൻ അമ്പും വില്ലുമെടുത്ത് ഞാൻ അയോധ്യ ചുട്ട ചാമ്പലാക്കും, ശ്രീരാമനെ ഇവിടെ വാഴിച്ചില്ലെങ്കിൽ ഞാൻ ദശരഥനെ കൊല്ലും, രാജ്യം കുടിക്കുമെന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ശാന്തനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അവിടേക്ക് കേട്ടുന്നില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ഒരാൾ കേൾക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയിൽ ഒരു സ്വാധീനം ഉണ്ടാകണം. നമുക്ക് ആ വ്യക്തിയിൽ ഒരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നമ്മളെ അയാൾ വിശ്വസിക്കണം.
ഞാൻ ഉണ്ണികൃഷ്ണൻ ഈശ്വരൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുകയാണ് കൃഷ്ണകുമാറില്ല, അത് എൻ്റെ ഒരിക്കലും എന്നെ അപകടത്തിൽപ്പെട്ട പറയില്ല എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, അല്ലെങ്കിൽ ഞാനായി ചെയ്യും. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ നമ്മുടെ ഈ വേദി എല്ലാ NSS കരയോഗ മെമ്പേഴ്സിനും അവരെ കുടുംബാംഗങ്ങളോടും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് ഈ പുരസ്കാരം നമ്മുടെ ഒളരിക്കരമ്മയുടെ ഈ തട്ടകത്ത് വെച്ചിട്ട് തന്നത് ഭയങ്കര സന്തോഷമായി. അതിലുപരി നമുക്ക് ഇവിടെ നമ്മുടെ കളക്ടറായിരുന്ന ശ്രീ DM ഗോപാലൻ സാർ അങ്ങോട്ട് ഞാൻ എൻ്റെ ഒരു ടൂർണമെൻറ്റ്, ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് 8-10 പ്രാവശ്യം ഇവിടെ നടത്തി. നമ്മുടെ ലീഡർ എന്ന് പറയുന്ന ശ്രീ കരുണാകരനാണ് ആദ്യത്തെ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. അതിന് അധ്യക്ഷത വഹിച്ചു നിന്നത് നമ്മുടെ ഗോപാലൻ സാറാണ്. അതും യാദൃശ്ചികമാണ്. അങ്ങോട്ട് എനിക്ക് ഇത്തവണ ഈ 9th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയതിൻ്റെ 50ാം കൊല്ലം ഭഗവാന്റെ അനുഗ്രഹവും എൻ്റെ പൊന്നമ്മയുടെ അനുഗ്രഹവും കാരണമാണ് എനിക്ക് അത്രയും കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അതിനെനിക്ക് നമ്മുടെ പുതുക്കിലെ NSS കരയോഗം എനിക്ക് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയില്ല. വളരെ വളരെ നന്ദി. എല്ലാവരോടും ഞാൻ തന്നെ മുമ്പിട്ട് നന്ദി പറയാറ്. നമ്മുടെ പ്രസംഗം നമ്മുടെ സ്നേഹാദരങ്ങളിലേക്ക് കഴിഞ്ഞ ശ്രീ CP ജനാർദ്ദനെ ക്ഷണിക്കും. യോഗാധ്യക്ഷൻ പുതുക്കരയുടെ പ്രയോഗം എൻ്റെ സുഹൃത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ, മനസ്സിലിരിക്കണം ബഹുമാനത്തോടുകൂടി ഓർമ്മകളായി സൂക്ഷിക്കുന്ന ശ്രീ ഗോപാലനാരായണ IAS, മറ്റ് വിശിഷ്ട വ്യക്തികളിൽ സഹോദരങ്ങൾ. പെരിങ്ങോട് എന്ന ഗ്രാമത്തിൽ പാലക്കാട് ജില്ലയിൽ വളർന്ന ഞാൻ ഇതുവരെ പെരിങ്ങോട്ടുകാരനായിരുന്നു. പെരിങ്ങോട് കരയോഗത്തിന് അപൂർവമായിരുന്നു. കാലം എന്നെ തൃശ്ശൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവാർഡുകളും മറ്റും. അപ്പോൾ അതിനുള്ള സന്തോഷങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ പുതുവർക്കരയിൽ ഒന്ന് താമസാക്കിയിട്ടുള്ളത്. പുതുവർക്കര വന്ന് താമസാക്കിയതിന് ശേഷം സാമൂതിരി രാജകുടുംബത്തിൻ്റെ പെടുന്ന രേവതി പട്ടത്താരാണ് പുരസ്കാരവും, പിന്നെ ഈയിടെ ബോർഡറിൽ നിന്നും ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ഈ 12-ാം തീയതിയാണ് പെരുമ്പാവൂരിൽ നിന്ന് ഒരു കഥകളി പുരസ്കാരം ലഭിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതുവർക്കര വന്നിട്ട് മോശമായി. അപ്പോൾ എന്നെ പുതുവർക്കരയിൽ അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. എൻ്റെ ഭാര്യ എല്ലാവരും അതിൽ കൊടുത്തുകാരിയാണ്. അപ്പം ഞാൻ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ഞാനവിടെ വരുമ്പോൾ നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നെ കേട്ടോ. ഇത് ഞാൻ ഈ വഴി കൂടെ നടക്കാറുണ്ട്. 5 മണി കഴിഞ്ഞ് അങ്ങനെ നടക്കും. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പെരിങ്ങോടാണെങ്കിൽ പലരെയും കാണും, അപ്പോൾ പറയും. ഇവിടെ ആരും എന്നെ കണ്ട അറിയിക്കുകയാണ്, ഒരക്ഷരം കണ്ടില്ല. അപ്പോൾ അതിങ്ങനെ ഏകാന്ത പരിചയമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിനൊരു മാറ്റം വരണം. ഇനിയിപ്പോൾ നിങ്ങളിൽ പലരും എന്നെ കണ്ടാൽ അറിയിക്കും. അപ്പോൾ അറിയുമ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താ, വേണ്ട എന്ന് പറയുന്നത്, അകലെന്ന് കാണുന്നത് വേണ്ടാന്ന് മതി എന്നുള്ളൊരു മുദ്രയാണത്. അപ്പം അതാണല്ലോ നമ്മൾ ചെയ്യാൻ പരിചയമുള്ള എന്നെ വേണ്ട. അപ്പം ഞാൻ വേണ്ടാന്ന് പറയാം. പിന്നെ ഈ കലയോഗത്തിൽപ്പെട്ട ആർക്കും കലാപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും PRA 117 വരാം. സ്വാഗതം. ഞാനിവിടെ ഉള്ളോട്ടം കാലം
കരയോഗത്തിലുള്ള ആർക്ക് ഇപ്പം കുട്ടികൾക്ക് ഇപ്പം കോസ്റ്റ്യൂമിനെ കുറിച്ച് പഠിക്കാൻ എന്നോട് ക്ലാസ് എടുക്കാനൊക്കെ പറയാറുണ്ട്. ഞാൻ അത് തുടങ്ങിയിട്ടൊന്നുമില്ല. ഒരുപാട് വാക്കുകൾ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ പങ്കുവയ്ക്കാൻ കഴിയും. നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടിക്കാൻ വനിതകൾക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കൗതുക വസ്തുക്കൾ നിർമ്മിക്കുക അങ്ങനെയൊക്കെ എനിക്ക് കഴിയാവുന്നതാണ്. എല്ലാ സഹായങ്ങളും ഞാൻ ഈ കരയോഗത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഗോപാലമേനോൻ സാറിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പുരസ്കാരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ അദ്ദേഹം ഒപ്പുവച്ച ഒരു പ്രശസ്തി പത്രം എൻ്റെ വീട്ടിൽ ചുമതല തൂക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാനവേദ അവാർഡ് കിട്ടിയപ്പോൾ ആ മാനവേദ അവാർഡ് കിട്ടിയപ്പോൾ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എൻ്റെ സഹപ്രവർത്തകർ എനിക്കെതിരെ ഹൈക്കോടതിയിലെ കേസ് കൊടുത്തു. ഈ പുരസ്കാരം ഗർഭ കൊടുക്കാൻ പാടില്ലാവുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണനാട്ടിലേക്ക് ചെന്ന് കയറിയുള്ള ആളാണ്. അതിന് കാരണബോധനായിട്ടും ഒരു നായകനാണ്. MK നായർ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായിട്ടുള്ള ഒരു IAS ഓഫീസർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പ്രശംസയ്ക്ക് പാത്രീഭൂതനായിട്ടുള്ള ആ മഹാനായ വ്യക്തിയുടെ മനസ്സിൽ കരകൗശലത്തിൻ്റെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കാര്യം പറ്റാൻ കഴിഞ്ഞതാണ് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എത്തിയത്. അതാണ് ആ നായരോടുള്ള ആ ഒരു പ്രതിപത്തി, അയാളെ സഹായിക്കാനുള്ള സന്മനസ്, അതിൻ്റെ ഒരു പകർപ്പ് ഞാൻ ഗോപാലമേനോൻ സാറിന് കണ്ടു. വിസ്തരിക്കുന്നില്ല. ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ ഞാനൊരു കഥ എഴുതി, ചില വരികൾ എഴുതി കഥ എഴുതുന്ന പതിവുണ്ട്. അപ്പം അങ്ങനെ കഥ എഴുതി. അതിന് ഒരു പ്രചോദനം ഉണ്ടായത് വാനപ്രസ്ഥത്തിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കഥകളെ കുറിച്ചുള്ളൊരു സിനിമ മോഹൻലാലിൻ്റെ വേഷമൊക്കെ അണിയിച്ചൊരുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൃഷ്ണനാട്ടത്തെ കുറിച്ച്, ഞാൻ കൃഷ്ണനാട്ടത്തിൻ്റെ ആളാണ്, അപ്പോൾ കൃഷ്ണനാട്ടത്തിന് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ചെറുകഥ കുറിച്ചുണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി അത് ആടമ്പ കുഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം പോലുള്ള സുഹൃത്താണ്. അദ്ദേഹം കാണാനായി ഇത് നമുക്ക് ശരിക്കും ഒരു സീരിയലോ ഇതിലാക്കാനോ അപ്പോൾ എൻ്റെ ആൾക്കാരുണ്ടായി, പ്രൊഡ്യൂസർ വന്നു. അതിന് തകർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതിൻ്റെ സ്വിച്ച് ഓൺ കറണം ഗുരുവായൂർ നടക്കിൽ വെച്ചിട്ട് നടത്താം. മോഹൻലാൽ അതിൽ വിളിക്കുന്നു. ഫ്ലക്സ് വന്നു, ബാനർ വന്നു, ബോർഡ് വന്നപ്പോൾ വന്നോടെ. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ സഹപ്രവർത്തകരിൽ മിടുക്കന്മാരായിട്ടുള്ളതിനെതിരെ അതങ്ങ് മുടക്കി. അതിപ്പോഴും മുടങ്ങി കിടക്കുകയാണ്. അത് വേണോ വേണ്ട ഗുരുവായൂരപ്പ നിശ്ചയിക്കും, അത്രയേ ഉള്ളൂ. എനിക്കതിലൊന്നും വലിയ ഖേദമൊന്നുമില്ല. ഞാൻ അത്ര വലിയ ആളുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ വെറും സാധാരണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരലങ്കാരങ്ങളും എനിക്കുണ്ടാവില്ല. സ്വർണ്ണമാല ഉണ്ടാവില്ല, സ്വർണ്ണമോതിരങ്ങൾ ഉണ്ടാവില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഉടനെ വരാം, കാണുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. വളരെ സന്തോഷം. ഞാൻ പുതുർക്കരക്കാരനായി നിങ്ങളുടെ ഒപ്പമുണ്ട്. അത് എല്ലാം മംഗളമാവട്ടെ, ധന്യമാവട്ടെ. എല്ലാ ആശംസകളും ഉണ്ടേ. നമ്മുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നത് ശ്രീ ശില്പി ജനാർദ്ദനൻ.
പൂക്കളുകൊണ്ട് അമ്മാവൻ എത്തിയിട്ടുണ്ട്. കരയോഗാംഗമായ വടിക്കൂട്ട് ഉഷാകുമാരിയുടെയും പരേതനായ ചേലാട്ട് മോഹൻദാസിൻ്റെയും മകളായ ഉമാ മോഹൻദാസ് സ്നേഹോപഹാരവും അമ്മാവൻ ശ്രീ വടിക്കൂട്ട് ശിവദാസേക്ക് വന്നു. നമ്മുടെ അടുത്ത കരയോഗത്തിന് മിടുക്കനായ ശ്രീ പവൻ മാസ്റ്റർ പവനെയാണ് ക്ഷണിക്കുന്നത്. പവൻ നമ്മുടെ കരയോഗത്തിൻ്റെ അഭിമാനമായിട്ട് മാറിയാണ്. സ്പോർട്സിനമായ ഷൂട്ടിങ്ങിലെ വെള്ളി സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ പിസ്റ്റൾ യൂത്ത് മെൻ വിഭാഗത്തിൽ വിജയിച്ചപ്പോൾ ദേശീയ തലത്തിലെ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്നതിന് പവനായിരിക്കുകയാണ്. ടീച്ചറിൻ്റെ വിനോദിൻ്റെ വീട്ടിയുടെ മകനാണ്. പവനെ നമ്മുടെ കരയോഗത്തിൻ്റെ അനുമോദന പത്രവും വലിയ ഉപഹാരങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ കരയോഗത്തിൻ്റെ അഭിമാനമായി മാറിയ കുമാരി വസുധ ടീച്ചർ കേന്ദ്രീയ വിദ്യാലയ സംഘടന നടത്തിയ നാഷണൽ സ്പോർട്സ് മീറ്റിലെ ടേബിൾ ടെന്നീസ് ഇനത്തിൽ തൃശ്ശൂർ എറണാകുളം റീജിയണിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് 2002 വർഷം മുതൽ 25 വരെ തുടർച്ചയായി പങ്കെടുത്ത കുമാരി വസുധ ടീച്ചറിന് കരയോഗത്തിൻ്റെ സ്നേഹാദരങ്ങൾ. അവരുടെ സലിൻ ടീച്ചർക്ക് കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ വേദിയിലേക്ക് വരണം എത്തിക്കാണ്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം 5 മെറിറ്റ് ക്രമത്തിലെ അവാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് വിഭാഗം നന്ദിത എസ് പാറയൂർ പുതുക്കര. ആ കുട്ടിയെയോ അല്ലെങ്കിൽ മാതാപിതാക്കളാരെങ്കിലും വരണം, വേദിയിലൊന്ന് ഏറ്റുവാങ്ങണം. നന്ദിത എസ്. വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് 10ാം ക്ലാസ് വിഭാഗം കൃഷ്ണപ്രിയ സി. പിന്നെ വസുധ ടീച്ചർക്ക് ദേവിക എം. അവരുടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃഷ്ണപ്രിയ സി 10ാം ക്ലാസ്. വസുധ ടീച്ചർക്ക് സെൻട്രൽ സ്കൂൾ 10ാം ക്ലാസ് വിഭാഗം. +2 വിഭാഗത്തിലെ ദേവിക എം. +2 വിഭാഗം ദേവിക എം. കീർത്തന എം. മടത്തിൽ വീട് തിരുവക്കര. കീർത്തന. അടുത്തത് നമ്മുടെ രാമായണ പ്രശ്നോത്തരി നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്ത നമ്മുടെ വനിതാ സഹോദരിമാർ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജഡ്ജായിട്ട് നേതൃത്വം നൽകിയ രുക്മൺ ടീച്ചർ ആദ്യം ക്ഷണിക്കുകയാണ്. രുക്മൺ ടീച്ചർ ഉണ്ടെങ്കിൽ വരണം.
രാമായണ പ്രശ്നോത്തര മത്സരത്തിന് തുടർച്ചയായിട്ട് നേതൃത്വം നൽകിയിരുന്നത് രുക്മിണി ടീച്ചറാണ്. അപ്പോൾ രുക്മിണി ടീച്ചർക്ക് നമ്മുടെ കരയോഗത്തിൻ്റെ സ്നേഹോപകാരം ഈ വേദിയിൽ വെച്ച് കൊടുക്കുന്നു. രാമായണ ക്വിസ് മത്സര വിജയികൾ പേര് വായിക്കാം. ക്രമത്തിലെ എല്ലാവരും ഒന്ന് വാങ്ങാൻ. യൂണിഫോമായിട്ടുള്ള പ്രൈസ് ആയതുകൊണ്ട് ഓരോ എല്ലാവരും പേരൊക്കെ വന്ന് വാങ്ങണം. ഒന്ന് ശാന്തകുമാരി, വിശാലാക്ഷി, ഉഷാരാജൻ, സുഭാ മോഹൻദാസ്, ഗീതാ മുരളി, അമ്പിളി ചേർത്ത്, അനുജ പള്ളത്ത്, രാജി സനൻ, ഇന്ദിര കുന്തുവാറ, ഭാഗ്യലക്ഷ്മി, സജിത, ജയലക്ഷ്മി, രുക്മിണി കൃഷ്ണകുമാർ, ശാന്തരവി, നന്ദിനി, ശ്രീലത, പുഷ്പ, രാജലക്ഷ്മി, വിനിത. അപ്പോൾ ഇത് വാങ്ങുന്നതിന് വേണ്ടി താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുകയാണ്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പുതുക്കൽ NSS കരയോഗം നടത്തിയ രാമായണ പ്രശ്നോത്തരിയിലെ വിജയികളായിട്ടുള്ള സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. 21 പേരുണ്ട്. നാരായണീയ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കരയോഗ കമ്മിറ്റി ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിലും എല്ലാവരും പങ്കെടുക്കണം.